കോൺഗ്രസ് പാർട്ടിക്ക് നേതൃദാരിദ്ര്യമെന്ന് ശശി തരൂർ. പുതിയ വോട്ടർമാരെ ആകർഷിക്കാൻ ശേഷിയുള്ള നേതൃത്വം ഇല്ല എന്നാണ് വിമർശനം. കഠിനാധ്വാനം ചെയ്തില്ല എങ്കിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ദേശീയ തലത്തിൽ പോലും തിരിച്ചടി ഉണ്ടാകുമെന്നും ശശി തരൂർ മുന്നറിയിപ്പ് നൽകുന്നു. UDFിലെ ഘടകകക്ഷികൾ അതൃപ്തരാണെന്നും ശശി തരൂർ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ പറഞ്ഞു. പാർട്ടിക്ക് തൻ്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ തൻ്റെ മുന്നിൽ മറ്റു വഴികളുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനും ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനും ചേരുന്നു. ആദ്യം ജിഷ്ണു കൃഷ്ണനിലേക്ക്. ജിഷ്ണു, എന്തായാലും ശശി തരൂർ രണ്ടും കൽപ്പിച്ചാണ് എന്ന് തോന്നുന്നു. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മറ്റു വഴികളുണ്ട്. അതുപോലെ തന്നെ നേതൃദാരിദ്ര്യം സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പാർട്ടിക്കുണ്ട്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഈ പാർട്ടി മാറുന്നില്ല തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായി ഒരു അഭിമുഖത്തിൽ ശശി തരൂർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശശി തരൂർ രണ്ടും കൽപ്പിച്ചാണ്, അങ്ങനെ കരുതാം ജിഷ്ണു കൃഷ്ണൻ, അല്ലേ? വഴങ്ങാൻ ഉദ്ദേശമില്ലെന്നും ഒപ്പം രാഹുലുമായി നടത്തിയ ചർച്ചയിൽ സമവായത്തിലെത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതുമാണ് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ശശി തരൂർ MP-യുടെ പുതിയ പ്രതികരണം. വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ രണ്ടും കൽപ്പിച്ചെന്ന് പറയുമ്പോൾ ശശി തരൂരിൻ്റെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് ഏറെ നിർണായകമായിരിക്കും. ശശി തരൂർ ഈ അഭിമുഖത്തിൽ ആദ്യം തന്നെ ചൂണ്ടിക്കാട്ടിയത് തന്നെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ തനിക്ക് മുൻപിൽ മറ്റു വഴികളുണ്ട്, തൻ്റെ സേവനം പാർട്ടി ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ തനിക്ക് മുൻപിൽ മറ്റു വഴികളുണ്ട് എന്നുള്ളതാണ് തരൂർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ആ വഴികൾ എന്താണ് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. നിലവിൽ ശശി തരൂരിൻ്റെ പുതിയ തുറന്നു പറച്ചിലുകളും തുടർച്ചയായിട്ടുള്ള ഇത്തരം പ്രതികരണങ്ങളും കോൺഗ്രസിൻ്റെ സംസ്ഥാന ദേശീയ നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, കേരളത്തിൽ ഒരു വർഷത്തിന് ശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ്. അതിനു മുൻപായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അത്തരത്തിലൊരു മുതിർന്ന നേതാവും തിരുവനന്തപുരത്ത് നിന്നുള്ള MP-യുമായിട്ടുള്ള തരൂർ നേതൃത്വത്തെ ഇത്തരത്തിൽ തുടർച്ചയായി വിമർശിക്കുകയും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒപ്പം LDF സർക്കാരിൻ്റെ ചില പ്രവർത്തനങ്ങളെയും പുകഴ്ത്തുകയും ഏറെ പ്രശംസിക്കുകയും ചെയ്തുകൊണ്ട് പ്രതികരണങ്ങൾ നടത്തുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ദേശീയ നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇന്ന് നൽകിയിട്ടുള്ള ഈ അഭിമുഖത്തിൽ തരൂർ ചൂണ്ടിക്കാട്ടിയതും അതുതന്നെയാണ്. സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ നേതൃദാരിദ്ര്യമാണ് എന്ന തുറന്നു പറച്ചിലാണ് ശശി തരൂർ നടത്തിയിട്ടുള്ളത്. ജനപിന്തുണ നേടുന്നതിനോ യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിനോ നിലവിലെ നേതൃത്വത്തിന് സാധിക്കുന്നില്ല. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇരിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് പാർട്ടി നേതൃത്വത്തിന് തരൂർ നൽകുകയാണ്. കൂടാതെ തരൂർ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ യാതൊരു തരത്തിലും യുവാക്കളെ സ്വാധീനിക്കാൻ, യുവാക്കളെ ആകർഷിക്കാൻ, ജനപിന്തുണ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. ഒപ്പം UDFിലെ ഘടകകക്ഷികൾ അതൃപ്തരാണ്. ദേശീയ തലത്തിൽ പരിശോധിക്കുമ്പോഴും കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളും ദേശീയ തലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ, തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുമ്പോഴും തുടർച്ചയായ തിരിച്ചടികൾ കോൺഗ്രസ് നേരിടുന്നു എന്ന രൂക്ഷമായ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ശശി തരൂർ തുറന്നു പറയുമ്പോൾ അത് സംസ്ഥാന ദേശീയ നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതും തരൂരിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നതുമാണ്. ശശി തരൂരിനെ ഇത്തരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം നേരത്തെയും സംസ്ഥാന നേതൃത്വത്തിന് KPCCക്ക് വഴങ്ങിക്കൊണ്ടായിരുന്നില്ല പലപ്പോഴും ശശി തരൂരിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ദേശീയ നേതൃത്വത്തിനും രാഹുലുമായി ചർച്ച നടത്തിയതിനു ശേഷവും ആ ചർച്ചയിൽ സമവായമായിട്ടില്ല എന്നും നിലവിൽ നേതൃത്വത്തിന് വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതുമാണ് അഭിമുഖത്തിൽ ശശി തരൂരിൻ്റെ വാക്കുകൾ. ഒപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത മറ്റു ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തനിക്ക് 4 തവണയും തന്നെ വിജയിപ്പിച്ചത് ജനങ്ങളാണ്. കോൺഗ്രസിന് അപ്പുറത്തേക്കുള്ള വോട്ടുകളും നൽകിക്കൊണ്ട് ജനങ്ങൾ തന്നെ വിജയിപ്പിച്ചപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യവും ജനം തനിക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം പല സ്വതന്ത്ര ഏജൻസികളും നടത്തിയിട്ടുള്ള സർവേയിലും പഠനത്തിൽ താനും നേതൃസ്ഥാനത്തിന് യോഗ്യനാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് തരൂർ തന്നെ വ്യക്തമാക്കുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താനും അർഹനാണ് എന്ന സൂചനയാണ്, എന്ന ചൂണ്ടിക്കാട്ടലാണ് തരൂർ നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ നേതൃത്വത്തിന് വഴങ്ങാതെ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നേതൃപാടവമില്ല എന്നും നേതൃദാരിദ്ര്യം കേരളത്തിലെ കോൺഗ്രസ് അനുഭവപ്പെടുന്നു എന്നുള്ള സൂചനകളും എന്നുള്ള പോയിന്റുകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടും താനും നേതൃസ്ഥാനത്തിന് യോഗ്യനാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുമാണ് ശശി തരൂർ ഇത്തരത്തിൽ അഭിമുഖം നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ തൻ്റെ സേവനം ഉപയോഗിച്ചില്ലെങ്കിൽ തനിക്ക് മുൻപിൽ മറ്റു വഴികളുണ്ട് എന്ന് തരൂർ തുറന്നു പറയുന്നതാണ്. ഏറെക്കാലമായി ഇത്തരത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു ശീത സമരത്തിനൊടുവിൽ, നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിനൊടുവിൽ കോൺഗ്രസ് വിടാൻ ശശി തരൂർ തയ്യാറാക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതല്ലെങ്കിൽ
തരൂരിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ശ്രമിക്കുമോ എന്നുള്ളതും നോക്കിക്കാണണം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനത്ത് കേരളത്തിൽ നേരിടാൻ പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ കരുത്ത് തെളിയിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തരൂരിനെ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും സമവായപ്പെടുത്താനുള്ള അനുനയപ്പെടുത്താനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. കാരണം അത്രയും രൂക്ഷമായ വിമർശനമാണ് ഈ അഭിമുഖത്തിൽ ശശി തരൂർ ഉയർത്തിയിട്ടുള്ളത്. വിനോദ്, അതെ, വലിയ വിമർശനം തന്നെയാണ് ശശി തരൂർ കോൺഗ്രസിനെതിരെ നടത്തിയിട്ടുള്ളത്. പ്രജിത് മോഹൻ കൂടി ചേരുന്നു. പ്രജിത്ത്, ഇന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. അതിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് കെ മുരളീധരൻ്റേതാണ്. അദ്ദേഹം ശശി തരൂരിൻ്റെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കണമെന്ന് പറയുമ്പോഴും ശശി തരൂരിന് ദേശീയ രാഷ്ട്രീയമാണ് വഴങ്ങുന്നത്. ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് കെ മുരളീധരൻ പറയുന്നു. അപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശശി തരൂരിനെ നിലനിർത്താൻ ഇവരാരും ആഗ്രഹിക്കുന്നില്ല. അത് രമേശ് ചെന്നിത്തലയായാലും വി ഡി സതീശനായാലും കെ സുധാകരനായാലും ഇപ്പോൾ കെ മുരളീധരനായാലും ഒക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശശി തരൂർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവർക്കാർക്കും താല്പര്യമില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശശി തരൂർ മുന്നോട്ട് നീങ്ങുന്നത് എന്നുകൂടി നമുക്കിതിനെ കണക്കാക്കേണ്ടതില്ലേ പ്രജിത് മോഹൻ? തരൂരിന് ആദ്യ നിമിഷം മുതൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് തുടക്കം മുതൽ തന്നെ സംസ്ഥാന കോൺഗ്രസിന് ഒരു പണി കൊടുക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത് എന്നുള്ളത് നിസ്സംശയം പറയാം. കാരണം പൂർണ്ണമായും ശശി തരൂരിനെ അവഗണിക്കുന്ന ഒരു സമീപനം സംസ്ഥാന കോൺഗ്രസ് സ്വീകരിച്ചപ്പോൾ പ്രവർത്തക സമിതി അംഗമായിട്ട് കൂടി KPCC ആസ്ഥാനത്തൊരു മുറി പോലും ശശി തരൂരിന് നൽകാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ അദ്ദേഹം വലിയ അതൃപ്തനുമായിരുന്നു. പലവട്ടം ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയതുമാണ്. അങ്ങനെയാണ് അതിലൊരു പരിഗണനയും കിട്ടാതെ വന്നപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം സർക്കാരിനെയൊക്കെ പുകഴ്ത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോയത്. പിന്നീട് രാഹുൽ ഗാന്ധി അടക്കം വിളിച്ചു വരുത്തി അവരുമായി തന്നെ തൻ്റെ വിഷയങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നിട്ടും കൃത്യമായ ഒരു സമീപനവും ഉണ്ടായില്ല. കോൺഗ്രസ് തന്നെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ശശി തരൂർ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെതായ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം വന്നിരിക്കുന്നത്. കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സംസ്ഥാനത്ത് കൊള്ളാവുന്നൊരു നേതാക്കന്മാർ പോലും ഇല്ല എന്നുള്ളതാണ്. 4 വോട്ട് പാർട്ടിയുടെ സംവിധാനത്തിനപ്പുറത്തേക്ക് പിടിക്കാൻ കഴിയുന്ന ഒരു നേതാവ് പോലുമില്ല. പക്ഷേ തനിക്കതിന് സാധിക്കും. തിരുവനന്തപുരത്ത് തനിക്ക് ലഭിച്ച വോട്ടുകൾ അതെല്ലാം കൂടുതലും ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് ഇതര വോട്ടുകളാണ്, പുറത്തുനിന്നുള്ള വോട്ടുകളാണ് തനിക്ക് ലഭിച്ചത്. അങ്ങനെ പുറത്തു നിന്നുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്ന ആളുകളെയാണ് അതാണ് അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ വേണ്ടത് എന്ന് ശശി തരൂർ പറഞ്ഞു വയ്ക്കുന്നു. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കണമെന്നൊക്കെ തന്നെ തരൂർ കൃത്യമായി ആവശ്യപ്പെടുകയാണ്. അതും അദ്ദേഹത്തിന്റെ ഭാഷ പോലും സംസ്ഥാന കോൺഗ്രസിൽ കൊള്ളാവുന്ന ഒരു നേതാവ് പോലും ഇല്ല എന്നൊക്കെയാണ്. അങ്ങനെ പൂർണ്ണമായും തനിക്ക് പറയാനുള്ളതെല്ലാം അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെയാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ സംവിധാനമായ കോൺഗ്രസ് പ്രവർത്തക സമിതിയൊക്കെ പറയുന്നത് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത വെറും ഒരു ആൾക്കൂട്ടം മാത്രമാണ് എന്നുള്ളത് ശശി തരൂർ പറയുമ്പോൾ പാർട്ടിയുടെ സംവിധാനത്തെ പൂർണ്ണമായി അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. രാഹുൽ ഗാന്ധി അദ്ദേഹം പരിഹസിക്കുന്നു, അല്ലെങ്കിൽ അതിനുശേഷം വി ഡി സതീശന്റെ നേതൃത്വത്തെ പരിഹസിക്കുന്നു എന്നൊക്കെ കൃത്യമായി നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയും. എന്നാൽ തരൂരിനോടുള്ള അവഗണന തുടരുക തന്നെയായിരിക്കും സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു സമീപനം എന്ന് പറയുന്നത്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ എന്നുള്ള സാധ്യത പോലും ഇനി കണ്ടറിയേണ്ടിയിരിക്കും. എന്തായാലും മുരളീധരന്റെ പരാമർശം കൂടി എന്താണ് തരൂർ സംസ്ഥാന കോൺഗ്രസിൽ നിന്ന് നേരിടുന്നത് എന്നുള്ള ഒരു കാര്യം വ്യക്തമായി കാണിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ, പക്ഷേ അദ്ദേഹം കൂടുതൽ ഒരു ഡൽഹി പൊളിറ്റീഷ്യനാണ് എന്ന രീതിയിലുള്ള പരാമർശം കൂടി വരുമ്പോൾ എന്താണ് സംസ്ഥാന കോൺഗ്രസിൽ കുറെ കാലമായി തരൂർ നേരിടുന്ന പ്രശ്നം എന്നുള്ളത് കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു. അതോടൊപ്പം തന്നെയാണ് തരൂരിനെ ഈ വീണ് കിട്ടിയ അവസരം മുതലെടുക്കാൻ CPM ഇപ്പോൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയേണ്ടി വരും. കാരണം CPM സംസ്ഥാന സെക്രട്ടറി, അതോടൊപ്പം EP ജയരാജൻ, തോമസ് ഐസക് തുടങ്ങിയിട്ടുള്ള നേതാക്കൾ എല്ലാവരും തരൂരിനെ ഒരു തുറന്ന മനസ്സോടെ കാണുന്നു, അല്ലെങ്കിൽ തരൂരിനൊരു സ്വീകരണത്തിന് തയ്യാറെന്നുള്ള സൂചന നൽകുകയാണ്. മുന്നണിയിലേക്കൊക്കെയുള്ള ഒരു പ്രവേശനത്തിനൊക്കെയുള്ള ഒരു താല്പര്യം അവർക്കുണ്ട് എന്ന് പ്രകടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പരാമർശങ്ങൾ വരുന്നത്. തരൂർ വളരെ വിശദമായി കാര്യങ്ങൾ പഠിച്ചിട്ട് പറയുന്ന നേതാവാണ്. തരൂരിന് സ്വന്തമായി നിലപാടെടുക്കാൻ കഴിയുന്ന നേതാവാണ്. അങ്ങനെ ഒരുപാട് പരാമർശങ്ങൾ ഇപ്പോൾ തന്നെ CPM നേതാക്കൾ നടത്തി കഴിഞ്ഞു. അതായത് പൂർണ്ണമായും തരൂർ വിട്ടുവരാൻ തയ്യാറാണെങ്കിൽ തങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് CPMന്റെ നിലപാടെന്ന് നിസ്സംശയം പറയാം. തരൂരിന്റെ സ്റ്റേറ്റ്മെന്റുകൾ പോലും ഈ ഘട്ടത്തിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത് 2 വിധത്തിലാണ്. ഒന്ന്, തനിക്ക് പരിഗണന കിട്ടിയിട്ടില്ല. പരിഗണന എന്ന് പറയുമ്പോൾ ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് താൻ. ആ രീതിയിൽ സ്വതന്ത്രമായ ഏജൻസികളുടെ റേറ്റിംഗ് അല്ലെങ്കിൽ
പഠനങ്ങൾ വരെയുണ്ട്. തനിക്കാണ് ഈ പറയുന്ന രീതിയിൽ ഏറ്റവും ഈ നേതൃപദവിയിലേക്ക് വരാൻ യോഗ്യതയുള്ള ആൾ എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ അത് അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതും തരൂരിന് ബോധ്യമുണ്ട്. കാരണം ഇത്രയധികം നേതാക്കൾ നിൽക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ള അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള ഫൈറ്റിൽ മുന്നിൽ നിൽക്കുന്നത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമാണ് സംസ്ഥാന കോൺഗ്രസിൽ. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് ആ ഒരു പോസ്റ്റിലേക്ക് എത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് തരൂരിനും ബോധ്യമുണ്ട്. പക്ഷേ അപ്പോഴും കുറച്ചെങ്കിലും ഒരു പരിഗണന കിട്ടുമോ എന്നുള്ളതായിരുന്നു തരൂർ നോക്കിക്കൊണ്ടിരുന്നത്. അതും സാധ്യമാകില്ല എന്ന് ഉറപ്പ് വന്നതോടെയാണ് പൂർണ്ണമായും ശശി തരൂർ ശക്തമായ ഭാഷയിലാണ് കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുന്നത്. നേതൃദാരിദ്ര്യം സംസ്ഥാന ദേശീയ തലങ്ങളിൽ കോൺഗ്രസിനുണ്ട്. അതേപോലെ തന്നെ അത് കൃത്യമായി യുവാക്കളെ ആകർഷിക്കുന്ന പദ്ധതികളൊന്നും കോൺഗ്രസ് ആവിഷ്കരിക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് ശശി തരൂർ പുതുതായി മുന്നോട്ട് വെക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനും തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനും.